വായന മരിക്കുന്നെന്ന അഭിപ്രായം ഒരു വേളയിലും ഉണ്ടായിട്ടില്ലെന്നും വായനയുടെ രീതികളാണ് മാറിയതെന്നും വായനയുടെ തടസ്സങ്ങൾ നീക്കാൻ ഡിജിറ്റൽ ലൈബ്രറിയുടെ സംവിധാനത്തെ പൂർണ്ണമായി വിനിയോഗിക്കണമെന്നും നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. വൈപ്പിൻ മണ്ഡലത്തിലെ ഹൈസ്കൂളുകളിൽ കെ.എൻ. ഉണ്ണികൃഷ്ണൻ എം.എൽ.എ. നടപ്പിലാക്കുന്ന ഈ ലൈബ്രറി പദ്ധതി പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവരും വായിക്കുന്നുണ്ട്, പക്ഷേ അത് സോഷ്യൽ മീഡിയ സ്പേസിനകത്തെ വായനയാണ്. മിക്കവാറും വായിക്കുന്ന ഫേസ്ബുക്കിലാണ്. ഇപ്പോൾ ഞാൻ ഒരു ജനറേഷൻ എക്സ് ആണ്, എനിക്ക് ശേഷം വരുന്ന മില്ലേനിയലാണ്, അതിനുശേഷം വരുന്ന ജനറേഷൻ സെഡ് ആണ്, ജെൻ സി. ഇവിടെ എനിക്ക് നിങ്ങൾ ജെൻ ആൽഫയാണ്. അത് ആൽഫ തന്നെയാണ്. ആ കുട്ടി എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ആൽഫ തന്നെയാണ്. അപ്പോൾ ഈ ആൽഫ വായിക്കുന്നത് എന്താ? ജെൻസിയും ജെൻ ആൽഫയും വായിക്കുന്നത് സോഷ്യൽ മീഡിയക്കകത്താണ്. ഇങ്ങനെ സ്ക്രോൾ ചെയ്യണം. അപ്പം നോക്കിയാൽ ഈ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. എല്ലാവരും സോഷ്യൽ മീഡിയ സ്പേസിലാണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ സ്പേസിൽ ഇന്റർനെറ്റിന്റെ അതിപ്രസരം, ഇന്റർനെറ്റ് ഒന്നും ഇല്ലാണ്ട് പറയാൻ പറ്റില്ല, ഇന്റർനെറ്റ് നോക്കാൻ പാടില്ല. ഇന്റർനെറ്റ് സംവിധാനത്തെ പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഡിജിറ്റൽ ലൈബ്രറിയാണ് ഇവിടെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണന്റെ ഈ മാതൃകാപരമായ പ്രവൃത്തി എല്ലാ മണ്ഡലങ്ങളും അനുവർത്തിക്കണമെന്ന് സ്പീക്കർ പറഞ്ഞു. കെ.എൻ. ഉണ്ണികൃഷ്ണൻ എം.എൽ.എ. ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ദേഹവിയോഗത്തിൽ കെ.എൻ. ഉണ്ണികൃഷ്ണൻ എം.എൽ.എ. അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സ്വാഗത പ്രാസംഗികനതിൻ്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ച് ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളം നമ്മുടെ വികസനത്തിൻ്റെ വഴികളിൽ 4 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ പിന്തുടർന്നുകൊണ്ട് മുന്നേറുകയാണ്. ഒന്നാമത്തെ ഘട്ടം 56-ന് മുമ്പുള്ള കേരളത്തിൻ്റെ നവോത്ഥാന ഘട്ടമാണ്. മറ്റൊന്ന് 56-ലെ നമ്മുടെ കേരളത്തിൻ്റെ പിറവിയോട് ചേർന്ന് ആരംഭിച്ച ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ 90-കൾ മുതൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വന്ന പുതിയ നവലിബറൽ നയങ്ങളുടെ കാലമാണ്. നാലാമത്തെ ഘട്ടം എന്ന് പറയാവുന്നത് 2016-ൽ വന്ന ഗവൺമെൻറ് മുതൽ ഇങ്ങോട്ടുള്ള നവ ലിബറൽ നയങ്ങൾക്ക് ബദലായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെൻറ് പ്രവർത്തിക്കുന്ന 4ാമത്തെ ഘട്ടമാണ്. ഇന്നത്തെ ഘട്ടം ശാസ്ത്ര സാങ്കേതിക രംഗത്തെല്ലാം അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നിട്ടുള്ളൊരു ഘട്ടമാണ്. വിജ്ഞാനം തന്നെ. സ്മാർട്ട് E3 സൊല്യൂഷൻസ് MD ഗോകുൽ ഗോവിന്ദ് ആമുഖ പ്രഭാഷണം നടത്തി. കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, കൈറ്റ് കോർഡിനേറ്റർ അജി ജോൺ, BPCL പ്രതിനിധി മുൻ രാജ്യാന്തര വോളി താരം ടോം ജോസ്, ഹെഡ്മാസ്റ്റർ സേവ്യർ PA, സ്കൂൾ ലീഡർ ആൻഡ്രിക് ജെയ്സൺ, വൈപ്പിൻ AEO ഷൈനാമോൾ എന്നിവർ പ്രസംഗിച്ചു. ഈ നൂതന പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ ആദരണീയനായ നമ്മുടെ സ്പീക്കർ ശ്രീ എൻ ഷംസീർ സാറാണ്. നമുക്കറിയാം, സ്പീക്കർ എന്ന നിലയിലും അല്ലാതെയും അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ എന്നും കേരളീയ സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ വിദ്യാലയം 125-ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതിന് ഉദ്ഘാടനത്തിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട MLA-യുടെ സഹായത്തോടുകൂടി ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെല്ലുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുകയാണ്, പുസ്തകോത്സവവും നടക്കുന്നുണ്ട്, അതിന് ചുമതലക്കാരനൊക്കെയാണ്, അതുകൊണ്ട് ഇപ്പോൾ വരാൻ ബുദ്ധിമുട്ടുണ്ട്, അടുത്തൊരവസരത്തിൽ ഞാൻ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. അത് ഇത്രയും വേഗം എത്തിച്ചേരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ബഹുമാനപ്പെട്ട MLA വഴിയാണെങ്കിൽ പോലും ഞങ്ങളുടെ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ട സ്പീക്കറിനോടുള്ള അകമഴിഞ്ഞ സന്തോഷം ഞങ്ങൾ